വിജയിയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിന്റെ കൊടിയിൽ ഇടപെടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൊടിയിലെ ആനയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട BSP പരാതി നൽകിയിരുന്നു. പാർട്ടിയുടെ കൊടിക്ക് അംഗീകാരം നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെന്നാണ് മറുപടി. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ഉണ്ട്. റഹീസ്, ഈ വിജയിയുടെ പാർട്ടിയിൽ 2 ആനകൾ ആ പാർട്ടിയുടെ കൊടിയിലുണ്ട്. അപ്പൊ ഈ ആനകൾ തങ്ങളുടേതാണ്, അതിനെ ആ കൊടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് BSP ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അത് തങ്ങളുടെ ചുമതലയല്ല എന്നാണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത്? അതെ ക്രിസ്റ്റീന, വിജയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ഒരു വിധി വളരെ ആശ്വാസകരമാണ്. കാരണം വളരെ ആവേശത്തോടെ കൂടിയാണ് അവർ ഈ കൊടി പുറത്തിറക്കിയത്. കാരണം ഈ ചുവപ്പും മഞ്ഞയും നിറമുള്ള കൊടികൾ നടുക്കു വാഗപ്പ്, അതിൻ്റെ വലതും ഇടതും വശത്ത് 2 ആന. വിജയ് പറഞ്ഞിരിക്കുന്നത് ഈ പാർട്ടിയുടെ സമ്മേളനത്തിൽ ഈ കൊടിയുടെ പ്രത്യേകത, താനൊരു പ്രത്യയശാസ്ത്രം ഇതുവഴി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അതെല്ലാം പറയുമെന്നാണ്. അതിനിടയിലാണ് ഈ കൊടിയിലെ ആനയെ സംബന്ധിച്ച് ബഹുജൻ സമാജ്വാദി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു പരാതി നൽകിയത്. അതായത് ആന തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്, ഈ ചിഹ്നവുമായി തങ്ങൾക്ക് വളരെയധികം ആത്മബന്ധമുണ്ട്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട വേദികൾ അഥവാ പാർട്ടി അറിയപ്പെടുന്നത് തന്നെ ഈ ഒരു ചിഹ്നത്തിൻ്റെ കൂടി ഒരു ബലത്തിലാണ്. അപ്പോൾ അങ്ങനെ മറ്റൊരു പാർട്ടിയുടെ കൊടിയിൽ ഈ ചിഹ്നം ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BSPയുടെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു പരാതി നൽകുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് ഔദ്യോഗികമായി തന്നെ ആ പരാതി ഇപ്പോൾ തള്ളിക്കളയുകയാണ്. ഈ കൊടിക്ക് അംഗീകാരം നൽകുകയോ അല്ലെങ്കിൽ ഒരു കൊടിയെ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല. നേരെ മറിച്ച് തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ഈ ആനയെ വിജയുടെ പാർട്ടി ആവശ്യപ്പെടുകയാണ് എങ്കിൽ അപ്പോൾ മാത്രമേ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു പാർട്ടിയുടെ കൊടിയെ സംബന്ധിച്ചുള്ള ഇടപെടലുകൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ലെന്ന് പറയുന്നു. അപ്പോൾ BSPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടിയാണ്. കാരണം പാർട്ടി നേരിടുന്ന പ്രതിസന്ധിക്കിടയിൽ തങ്ങളുടെ സ്വന്തമായ ആ ചിഹ്നം ആന കൂടി അവർക്ക് മറ്റൊരു പാർട്ടി കവർന്നെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത കൂടി, ഒരു കൗതുകം കൂടി ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും വിജയുടെ പാർട്ടിക്ക് ആഹ്ലാദിക്കാം. 27-ാം തീയതി നടക്കുന്ന അവരുടെ സമ്മേളനത്തിൽ അവർക്ക് ഈ കൊടി തന്നെ ഉപയോഗിക്കാൻ കഴിയും. ക്രിസ്റ്റീന, ശരി. നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നതിനിടെ BSPയുടെ ആനയെ കൂടി വിജയുടെ പാർട്ടി തങ്ങളുടെ കൊടിയിലാക്കിയോ എന്നൊരു ആശങ്ക അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. എന്നാൽ അത് തങ്ങളുടെ ചുമതലയല്ല. അതുമായി ബന്ധപ്പെട്ട ഇത് പാർട്ടി ചിഹ്നമായി ആവശ്യപ്പെടുമ്പോൾ മറ്റു കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന്.